സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. സംസ്ഥാനത്ത് +1 അധ്യയനം തുടങ്ങിയിട്ടും ഇഷ്ടപ്പെട്ട പഠന മേഖലയിൽ അവസരം കിട്ടാതെ പുറത്തു നിൽക്കേണ്ടി വരുന്നു മലബാറിൽ വലിയ തോതിൽ കുട്ടികൾ. നിരന്തരമായി എല്ലാ വർഷവും അനുഷ്ഠാനം പോലെ മലബാറിലെ സീറ്റില്ലാ പ്രതിസന്ധി ഉന്നയിക്കപ്പെടുന്നുവെങ്കിലും അത് പരിഹരിക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. സർക്കാർ ഇപ്പോഴും വാദിക്കുന്ന ഏറ്റവും പ്രധാന സംഗതി കേരളത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രത്യേകമായി സീറ്റ് പ്രതിസന്ധി ഇല്ല എന്നതാണ്. എന്നാൽ 30,000-ഓളം കുട്ടികൾ സീറ്റില്ലാത്തതുകൊണ്ട് പുറത്തു നിൽക്കുന്നു എന്നതാണ് ഈ വിഷയത്തിലെ സർക്കാർ വിമർശകരുടെ വാദം. എന്നാൽ 5,000-ൽ താഴെ സീറ്റിന്റെ കുറവ് മാത്രമേ കേരളത്തിലുള്ളൂവെന്ന് പുതുക്കിയ കണക്കിൽ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നു. സത്യത്തിൽ ഈ പ്രതിസന്ധിയെക്കുറിച്ച് ആര് പറയുന്നതാണ് ശരി? മലബാറിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സർക്കാർ ഇടപെടാത്തത് എന്തുകൊണ്ടാണ്? സർക്കാരിനെ വിലക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒരു സർക്കാരിന് മാത്രം പ്രശ്നമായി ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയെ എടുക്കാൻ കഴിയുമോ? പല ചോദ്യങ്ങളുണ്ട് ഈ ദിവസം. ഈ വിഷയം സംസാരിക്കുന്നു സ്പെഷ്യൽ എഡിഷനിൽ നിന്ന്. നമ്മോടൊപ്പം SFI മുഹമ്മദ് സാദിഖ്, ശ്രീ അഷർ പെരുമുക്ക് MSFന്റെ പ്രതിനിധി, KP തശ്രീ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രതിനിധി, ശ്രീ O അക്ഷയ് കുമാർ മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെന്റ് പ്രതിനിധി എന്നിവരാണ് ഉള്ളത്. ആദ്യം ശ്രീ അക്ഷയ് കുമാർ, സത്യത്തിൽ ഈ പ്രതിസന്ധിയെക്കുറിച്ച് പലതരത്തിലുള്ള കണക്കുകൾ വരുന്നല്ലോ. മന്ത്രി വളരെ വിശദീകരിച്ച കണക്ക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം ഇപ്പുറത്ത് മലബാറിൻ്റെ പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിക്കുന്നവർ വലിയ അന്തരത്തിൻ്റെ കണക്കാണ് വയ്ക്കുന്നത്. ഇതിലെവിടെയാണ് വസ്തുത എന്നൊരു ആശയക്കുഴപ്പം സത്യത്തിൽ രൂപപ്പെട്ടിട്ടില്ലേ? തീർച്ചയായിട്ടും ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സീസണൽ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും അധ്യയന വർഷം തുടങ്ങുന്ന വേളയിൽ നമ്മളിത് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ഇന്ന് നമുക്കറിയാം, സംസ്ഥാനത്ത് +1 വിദ്യാർത്ഥികൾ ആദ്യമായി ക്ലാസ്സിൽ പോയ ദിവസമാണ്. 3rd അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അഡ്മിഷൻ എല്ലാം നേടിയ കുട്ടികൾ ആദ്യമായി ക്ലാസ്സിലിരുന്നു. ഇനി മന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞതുപോലെ ഇനി വരാനിരിക്കുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജൂലൈ ആദ്യവാരമൊക്കെ ആവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 10 ദിവസത്തിന് മുകളിൽ പുറത്തു നിൽക്കുന്ന കുട്ടികളും ആശങ്കയിലാവുന്ന രക്ഷിതാക്കളും നിക്കക്കള്ളിയില്ലാതെ മറ്റെന്തെങ്കിലും സംവിധാനമൊക്കെ ആശ്രയിച്ചോളും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പഠന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുമെന്നൊക്കെ കരുതിയിട്ടാണോ ഇത് നടത്തുന്നത് എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. കണക്കുകളൊക്കെ വളരെ വ്യക്തമാണ്. യാതൊരു കൺഫ്യൂഷനും ആ കാര്യത്തിലില്ല. വളരെ കൃത്യമായിട്ടുള്ള രേഖകൾ നമ്മളെ കയ്യിലുണ്ട്. ഈ 3rd അലോട്ട്മെൻറ്റിൽ തന്നെ കോഴിക്കോടിൽ നിന്നും 48,156 പേർ അപേക്ഷിച്ചു. മലപ്പുറത്ത് നിന്നും 82,446 അപേക്ഷകളുണ്ടായി. കുറേ വർഷം മുൻപ് നിയമസഭയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രസൻറ്റ് ചെയ്തൊരു കണക്കുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് തയ്യാറാക്കി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. മിനിസ്റ്റർ എത്രത്തോളം അതിനെക്കുറിച്ച് കോൺഷ്യസ് ആണ് എന്ന് എനിക്കറിയില്ല. അന്നത്തെ അതേ ആവർത്തനം ഞാൻ HSCAPന്റെ സൈറ്റിൽ ഇന്ന് കയറി ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ച സമയത്ത് കാണാനിടയായി. അതായത് അപേക്ഷകരുടെ എണ്ണം ഇത്ര, സീറ്റുള്ളത് ഇത്ര, അലോട്ട് ചെയ്ത സീറ്റുകൾ ഇത്ര. അപ്പോൾ വേക്കൻസി നോക്കുമ്പോൾ കോഴിക്കോട് 17 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു, മലപ്പുറത്ത് 44 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. ഇത്തരത്തിൽ ഇത് ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ, ആകെ കൺഫ്യൂസിങ് ആകുന്ന രീതിയിൽ തന്നെയാണ് സർക്കാർ സംവിധാനത്തിൻ്റെ വെബ്സൈറ്റിൽ പോലും ഈ ഡാറ്റ നമുക്ക് ലഭിക്കുന്നത്. ശരിക്കും കോഴിക്കോടിൽ നിന്നും അപേക്ഷിച്ച ആളുകളിൽ നിന്നും സീറ്റ് അലോട്ട് ചെയ്തതിനെ നമ്മൾ നോക്കിയാൽ 21,077 പേർ പുറത്താണ്. മലപ്പുറത്ത് അത് 40,016 പേർ ഈ 3rd അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്ത ആളുകൾ പോലും പുറത്താണ്. ഇതാണ് വസ്തുത. ശരി, ഈ വസ്തുത അവിടെ നിൽക്കുമ്പോഴാണ് സർക്കാർ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് ഒരു വാദമുഖം മുന്നോട്ട് വെക്കുക. ശ്രീ മുഹമ്മദ് സാദിഖ്, സർക്കാരിൻ്റെ കണക്ക് പ്രകാരം എത്ര പേർക്ക് മലബാറിൽ സീറ്റില്ല എന്നാണ്? ഇവരിപ്പോൾ 40-ൻ്റെയും 30-ൻ്റെയും ഒക്കെ 3rd അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴുള്ള കണക്കാണ് പറയുന്നത്. അത്ര ഭീമാകാരമായ ഒരു പ്രതിസന്ധി മലപ്പുറത്തില്ല എന്നാണ് സർക്കാരിൻ്റെ വാദം. സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ഉള്ള സ്റ്റാറ്റിക്സ് എന്താണ്? എത്ര പേർക്കാണ് സീറ്റ് കിട്ടാത്തത്? സർക്കാരിൻ്റെ വാദം പറയാനല്ല ഇവിടെ വന്നിരിക്കുന്നത്, SFIയുടെ വാദം പറയാനാണ്. സ്വാഭാവികമായും 3rd അലോട്ട്മെൻറ്റ് വരെ എത്തി നിൽക്കുന്ന ഈ +1 അഡ്മിഷൻ പ്രോസസ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഒട്ടനേകം വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിൽ പുറത്തു നിൽക്കുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസവും എല്ലാവർക്കും തൊഴിലും പ്രദാനം ചെയ്യണമെന്നുള്ള മുദ്രാവാക്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലക്ക് SSLC പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 സീറ്റിൽ പ്രവേശനം ലഭിക്കണമെന്നുള്ള ആവശ്യം SFI മുന്നോട്ട് വെക്കുകയാണ്.
ഈ കാര്യത്തിൽ മലബാർ മേഖലയിൽ ഉള്ള പ്രതിസന്ധി പരിഹരിക്കണമെന്നുള്ള മുദ്രാവാക്യം SFI മുന്നോട്ട് വെക്കുകയാണ്. ഞങ്ങളത് ഇന്നോ ഇന്നലെയോ മുന്നോട്ട് വെച്ച് തുടങ്ങിയ മുദ്രാവാക്യമല്ല. ഈ പ്രീ ഡിഗ്രി കോഴ്സിൽ നിന്ന് +1 +2 വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് മാറി അന്ന് തൊട്ട് മലബാറിൽ ഈ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അത് മുൻ സർക്കാരുകളുടെ കാലത്തും ഉണ്ട്, അതിപ്പോഴും ഉണ്ട്. ഇത് പരിഹരിക്കണം എന്നുള്ളത് SFIയുടെ ആവശ്യമാണ്. ഇപ്പോൾ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എല്ലാ ഘട്ടത്തിലും SFIയെ പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് വളരെയധികം ജാഗരൂകരാണ്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിവേദനങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം പരിഗണിക്കാൻ ഈ സർക്കാർ തയ്യാറാകാറുണ്ട്. അത്തരം നിർദ്ദേശങ്ങൾ ഈ സർക്കാരിന് മുന്നിൽ ഞങ്ങൾ സമർപ്പിച്ചതാണ്. ഈ ഘട്ടത്തിൽ തേർഡ് അലോട്ട്മെന്റിലേക്ക് വന്ന സാഹചര്യത്തിലും വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ നിവേദനത്തിലും അതേപോലെ തന്നെ ഞങ്ങളുടെ ആവശ്യത്തിലും ഒതുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നുപരിയായി പ്രത്യക്ഷ സമരത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് SFI ഇന്ന് ഈ പ്രശ്നം രൂക്ഷമായ മലപ്പുറം ജില്ലയിലേക്ക് കലക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റു പല വിദ്യാർത്ഥി സംഘടനകളും SSLC പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ച് +1 അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിച്ച അന്ന് തൊട്ട് സമരത്തിനുള്ള ശ്രമത്തിലാണ്. ഒരു പ്രശ്നം ആരംഭിച്ച് അത് എത്രത്തോളം രൂക്ഷമാണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ഒരു മുൻവിധിയോടുകൂടി സർക്കാർ വിരുദ്ധ നരേഷൻ സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തി അത്തരം രാഷ്ട്രീയ പ്രേരിതമായ സമരങ്ങൾക്കാണ് ഇക്കൂട്ടർ ശ്രമിച്ചത്. എന്നാൽ SFIയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, അത് UDF ആകട്ടെ LDF ആകട്ടെ, വിദ്യാർത്ഥികളുടെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ള നിലപാടാണ് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഈ മുൻവിധിയുണ്ട് നിങ്ങൾ ആരോപിക്കപ്പെടുന്ന ആളുകൾ അവർ ചെയ്ത സമരം ശരിയായിരുന്നുവെന്ന് SFIക്ക് മനസ്സിലാവുകയാണ്. കാരണം ഒരു 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 ആരോഗ്യകരമായ സംസാരത്തിൽ സർക്കാർ അംഗീകരിക്കാൻ പോകുന്നില്ല ഇവിടുത്തെ ആവശ്യം. അപ്പോൾ സമരം വേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? മുൻവിധി എന്ന് പറയാൻ കാര്യം ശ്രീ നിഷാദ്, ഈ UDF സർക്കാരിന്റെ കാലത്തും മലബാറിൽ സമാനമായ പ്രതിസന്ധി ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ചാനലുകളിൽ നടന്ന ചർച്ചകളിൽ ഞങ്ങൾ ആ കണക്ക് വായിച്ചതാണ്. ഇവിടെ വായിക്കണമെങ്കിൽ വീണ്ടും വായിക്കാം. അല്ല, UDF സർക്കാരിന്റെ കാലത്തെ പരിമിതി പറയലല്ലോ ഈ സർക്കാരിന് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. ഈ സർക്കാർ 2 ടേമായി കേരളത്തിലുണ്ട്. ഈ സർക്കാർ മലബാറിലെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദത്തം ചെയ്ത സർക്കാരാണ്. ഈ സർക്കാരിനോട് ചോദ്യം ചോദിക്കുമ്പോൾ മോദി നെഹ്റുവിനെ പറയുന്ന പോലെ പറയാനല്ലോ നമ്മൾക്ക് അവരെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഗവൺമെന്റ് ആ കാര്യത്തിൽ ഒരു വഞ്ചനാ സമീപനം എടുക്കുകയാണ് എന്ന്. കാരണം ഇപ്പോൾ SFIയുടെ പൊസിഷൻ എന്താണ്? മലബാറിലെ സീറ്റിനെ കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും സർക്കാരും വ്യാജം പറയുന്നു എന്ന് തന്നെയല്ലേ നിങ്ങൾ സമ്മതിക്കുന്നത്? അല്ല, മുൻ സർക്കാരുകളെ കുറിച്ച് പറയണം. ഏതൊരു പ്രശ്നത്തെ സമീപിക്കുമ്പോൾ അതിനെ ഉപരിപ്ലവമായി കണ്ടതുകൊണ്ട് കാര്യമുണ്ടോ നിഷ? നമുക്ക് MSFന്റെ പ്രതിനിധി ചർച്ചയിലുണ്ട്. MSFന്റെ പ്രതിനിധിയോട് നിങ്ങളുടെയൊക്കെ മന്ത്രി ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ എന്ത് തീരുമാനം എടുത്തു എന്ന ചോദ്യം ചോദിക്കാം. പക്ഷെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ കോസിനെ കുറിച്ചാണ്. നിങ്ങൾ MSFനോടും ഫ്രട്ടേണിറ്റിയോടും വഴക്കുണ്ടാക്കുള്ളൂ, അത് വേറെ കാര്യം. ഇവിടെ ഈ പ്രശ്നം നിലനിൽക്കെ ഇവിടുത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് സർക്കാരാണ്. സർക്കാരിൻ്റെ ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലക്കാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾക്കും ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഈ സർക്കാർ മലബാറിൻ്റെ വിദ്യാഭ്യാസ പ്രതിനിധിയോട് വഞ്ചനാപരമായ സമീപനം സ്വീകരിക്കുന്നു? 7 വർഷം പിന്നിട്ടിട്ടും പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നു മാത്രവുമല്ല, മനുഷ്യര് സീറ്റ് കിട്ടാതെ വിലപിക്കുമ്പോൾ അവരെക്കുറിച്ച് സർക്കാർ വ്യാജം പറയുന്നു എന്ന പ്രശ്നം SFIക്കുണ്ടോ? ഇതിൽ വഴക്കിടേണ്ട പ്രശ്നമല്ല. ഞാൻ പറഞ്ഞത് വ്യക്തമായി കേൾക്കാൻ നിങ്ങൾ തയ്യാറാവും ഇടപെടാതെ. അതായത് മലബാറിൽ മുൻ വർഷങ്ങളിലെല്ലാം ഉള്ള പ്രതിസന്ധി ഈ വർഷവും ഉണ്ട്. ഈ വർഷം ആ പ്രതിസന്ധി രൂക്ഷമാകുന്നതിൻ്റെ ഒരു കാരണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് SSLC റിസൾട്ടിൽ ഗണ്യമായ വർധനവുണ്ടായി എന്നുള്ള കാര്യമാണ്. സ്വാഭാവികമായും അത്തരത്തിൽ റിസൾട്ടിൽ വലിയ മികവുണ്ടാകുമ്പോൾ അതിന് ആനുപാതികമായ നിലയിൽ ബാച്ചുകൾ അനുവദിക്കേണ്ടതും സീറ്റുകൾ വർദ്ധിപ്പിക്കേണ്ടതും എല്ലാം സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ പോരായ്മ വന്നു എന്ന് തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയത്. ഞാൻ ചോദിക്കുന്നത് അതാണ്, ആ പോരായ്മ വന്നിട്ടുണ്ട്, തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് സർക്കാർ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണ്? നിങ്ങൾ സമരം ചെയ്യുന്നു, MSF സമരം ചെയ്യുന്നു, KSU ഫ്രട്ടേണിറ്റി ഇവരൊക്കെ സമരം ചെയ്യുന്നു. ഗവൺമെന്റിന്റെ പൊസിഷൻ എന്താണ്? നിങ്ങൾ ഒരു തെറ്റായ കാരണത്തിന് സമരം ചെയ്യുന്നു എന്നതാണ്. ഗവൺമെന്റ് ആ പ്രശ്നം അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ സീറ്റ് എക്സസ് ആണ് എന്ന കണക്ക് സർക്കാർ പറയുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ഗവൺമെന്റ് മലബാറിലെ സീറ്റ് ക്രൈസിസിനെ കുറിച്ച് വ്യാജം പറയുകയാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുമോ എന്നാണ്. മലബാറിലെ സീറ്റിനെ സംബന്ധിച്ച് ഇപ്പം പല നിലയിലുള്ള കണക്കുകൾ
പറയപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ രേഖകളിൽ നമുക്ക് കാണാവുന്ന കണക്കുണ്ട്. ഇവിടെ സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിക്കുന്ന പലപ്പോഴും പെരുപ്പിക്കപ്പെട്ട കണക്കുകളുണ്ട്. നിങ്ങളുടെ കണക്ക് SFIയെ സംബന്ധിച്ചിടത്തോളം SFIയുടെ കണക്കെന്താണ്? SFI വളരെ അവധാനതയോടുകൂടി സമരത്തിനിറങ്ങിയ സംഘടനയാണ്. എന്ന് വെച്ചാൽ ഈ പാനലിലുള്ള മറ്റു രണ്ട് സംഘടനയെ പോലെ മുൻവിധിയോടുകൂടി നേരത്തെ ഇറങ്ങിയില്ല. നിങ്ങൾ വളരെ ആഴത്തിൽ പഠിച്ചും ഡിസ്കസ് ചെയ്തും മനസ്സിലാക്കിയുമാണ് സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്താണ് മലബാറിലെ സീറ്റ് ക്രൈസിസിന്റെ ആക്ച്വൽ പിക്ചർ എന്താണ്? ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ 40,000-ന്റെയും 30,000-ന്റെയും ഒന്നും പ്രശ്നം മലബാറിലോ മലപ്പുറത്തോ നിലവിലില്ല. അത് പെരുപ്പിച്ച കണക്കാണ്. എത്രയാണുള്ളത്? അത് പൂർണ്ണമായും എല്ലാ അലോട്ട്മെന്റുകളും പൂർത്തീകരിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റും പൂർത്തീകരിച്ചതിന് ശേഷമേ അത് കൃത്യമായി പറയാനാവൂ എന്നുള്ളതാണ്. കാരണം അതിലേക്ക് ഞാൻ വരാം. ഒരു കാര്യം, കുട്ടികൾ ഒരു പ്രിഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷ നൽകുക. അത് സ്കൂൾ ആവട്ടെ, അവർ ചൂസ് ചെയ്യുന്ന സ്ട്രീം ആകട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രിഫറൻസ് ആണ് ഓരോ കുട്ടിയും അപേക്ഷിക്കുക. സയൻസ് ഉണ്ടാകാം, കോമേഴ്സ് ഉണ്ടാകാം, ഹ്യൂമാനിറ്റീസ് ഉണ്ടാകാം, വ്യത്യസ്ത സ്കൂളുകൾ ഉണ്ടാകാം. ആ പ്രിഫറൻസിൽ അവർ അപേക്ഷിക്കുമ്പോൾ ചില വിദ്യാർത്ഥികൾ സയൻസിൽ മാത്രം അപേക്ഷിക്കുന്നു. സ്വാഭാവികമായും ഉന്നത വിജയം നേടിയ മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികളും അപേക്ഷിക്കുന്ന ഒരു സ്ട്രീം എന്നുള്ള നിലക്ക് പലർക്കും സയൻസിൽ കിട്ടാതെ വരുന്നു. അവർ അപേക്ഷ നൽകിയപ്പോൾ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാകാം, അവർ അപേക്ഷിക്കാത്തത് കൊണ്ട്, സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ അവർക്ക് കിട്ടാത്തത് കൊണ്ട്, ചിലർ കിട്ടിയ കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും അഡ്മിഷൻ എടുക്കാത്തത് കൊണ്ടെല്ലാം അവർ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ പല നിലയിൽ ഇപ്പോൾ ഈ സീറ്റ് കിട്ടാത്ത സാഹചര്യമുണ്ട്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അലോട്ട്മെന്റ് പ്രക്രിയ പൂർത്തീകരിച്ചതിന് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റും കൂടെ പൂർത്തീകരിച്ച് +1 +2 തത്തുല്യമായി പരിഗണിക്കപ്പെടുന്ന SSLC അടിസ്ഥാന യോഗ്യതയായി പരിഗണിക്കപ്പെടുന്ന പോളിടെക്നിക് ITI ഉൾപ്പെടെയുള്ള അഡ്മിഷൻ പ്രോസസ്സും കൂടെ ആരംഭിച്ചാൽ മാത്രമേ 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികളിൽ എത്ര പേർക്ക് ഉന്നത വിദ്യാഭ്യാസം നടത്താൻ ആവശ്യമായ സൗകര്യം മലബാറിൽ ഉണ്ട് എന്ന് കൃത്യമായി. എന്ന് വെച്ചാൽ SFIയും സർക്കാരിന്റെ അതേ പാറ്റേൺ എടുക്കുകയാണ്. എല്ലാം കൂടെ കൂട്ടിയിട്ട് അതിൽ അങ്ങനെ നോക്കിയാൽ അധികം ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല. എല്ലാം കൂടെ കൂട്ടുക, VHSE ഇതെല്ലാം കൂട്ടിയെടുത്താൽ അവിടെ ആവശ്യത്തിന് സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഈ കണക്കൂട്ടിയാണ് പിന്നെ എന്തിനാണ് സമരം ചെയ്യുന്നത്? സാധിക്കും നിങ്ങൾ അല്ല, ഇങ്ങനെയൊക്കെ കൂട്ടുമ്പോഴേ ചെറിയ കുറവുണ്ടെന്നേ. പിന്നെ ഈ ഘട്ടത്തിലും ഞങ്ങൾ പറയുന്നത് സീറ്റ് വ്യത്യാസം മാത്രമല്ല, ആഗ്രഹിച്ച കോഴ്സ് ലഭിക്കാത്ത പ്രശ്നമുണ്ട്, ആഗ്രഹിച്ച സ്കൂൾ കിട്ടാത്ത പ്രശ്നമുണ്ട്. ഇതെല്ലാം പരിഹരിക്കപ്പെടണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പിന്നെ എല്ലാം പരിഗണിക്കുന്നതിൽ എന്താ പ്രശ്നം? ഇവിടെ പലരും ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് നിങ്ങൾ പോളിടെക്നിക് കൂട്ടുന്നത്, എന്തിനാണ് നിങ്ങൾ അതിൽ ITI ഉൾപ്പെടുത്തുന്നത്? ഇതും 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് പഠിക്കാനുള്ള കോഴ്സാണ്, അവസരമാണ്. എത്രയോ നിങ്ങളുടെ പൊസിഷൻ ഇവർ പറയുന്ന പോലത്തെ വലിയ ഭീമാകാരമായ ഇഷ്യൂ ഇല്ല എന്നാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ ഗവൺമെന്റ് എടുക്കുന്ന പൊസിഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമുക്ക് ഈ സീറ്റിന്റെ കണക്ക് മാറ്റിവെച്ചാൽ സർക്കാർ ഒരു നിലയ്ക്കും ഈ മലബാറിലെ സീറ്റ് പ്രതിസന്ധിയെ പോസിറ്റീവായി അഡ്രസ് ചെയ്യുന്നില്ല. നുണയാണ് ഈ സമരക്കാർ പറയുന്നതാണ് സർക്കാരിന്റെ വാദം. പരിഗണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. സമരം നടക്കും. ഇപ്പോൾ ഈ ഏറ്റവും കുറഞ്ഞ 4 വർഷമായി ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇതേ വിഷയം എല്ലാ വർഷവും ചർച്ച ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് പരിഗണിക്കുന്നില്ല. ഗവൺമെന്റിന് പലതരത്തിലുള്ള ഫാക്ടേഴ്സ്, ഘടകങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഗവൺമെന്റിന്റെ പൊസിഷനെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റ് എന്താണ്? അല്ല, ഗവൺമെന്റ് ഒട്ടും പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നത് വസ്തുതാപരമല്ല ശ്രീ നിഷാദ്. മുൻ വർഷങ്ങളിലെല്ലാം നിങ്ങൾ നോക്കൂ, 197ഓളം താൽക്കാലിക ബാച്ചുകൾ അധികമായി കൊണ്ടുവന്നു. മറ്റ് ജില്ലകളിൽ നിന്ന് വിദ്യാർത്ഥികൾ കുറഞ്ഞു നിൽക്കുന്ന 38ഓളം ബാച്ചുകൾ മലബാറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതോടൊപ്പം വിവിധ ഘട്ടങ്ങളിലായി സീറ്റ് വർധനവ് നടത്തി. ഇതെല്ലാം ഈ സർക്കാരുകൾ നടത്തിയാണ്. ഈ ഘട്ടത്തിലും സർക്കാർ പൂർണ്ണമായും മുഖം തിരിഞ്ഞാണ് ഈ സമരത്തോട് സമീപിക്കുന്നത് എന്നുള്ള അഭിപ്രായം SFIക്കില്ല. ഈ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടല്ലോ. വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്യാൻ സന്നദ്ധമാണ് എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ടല്ലോ. ഇതിനെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പോസിറ്റീവായി കാണുമെന്നും ഭാവിയിലെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ സർക്കാർ കൈക്കൊള്ളുമെന്നുള്ള ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. തശ്രീഫ് നോക്കൂ, ഇവിടെ ഇത് ഇനി കഴിയട്ടെ, അലോട്ട്മെന്റുകളെല്ലാം കഴിയട്ടെ, VHSE കഴിയട്ടെ, അപ്പോഴേ നമുക്കൊരു ആക്ച്വൽ ചിത്രം കിട്ടൂ എന്നാണ് അദ്ദേഹം പറയുന്ന കാര്യം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്ന പ്രതിസന്ധിയുടെ ആഴം വരും ദിവസങ്ങളിൽ കുറഞ്ഞു വന്ന് ഇത് ഒന്ന് ഓക്കെ ആവും എന്ന വാദം അംഗീകരിക്കാൻ പറ്റുന്നതാണോ? നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്? ഇന്ന് +1 ക്ലാസ്സുകൾ ആരംഭിച്ച വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടുമാണ് ഇനിയും കാത്തു നിൽക്കുവാനും അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഇനിയും അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ പറയാനുള്ളത് SFI ഉൾപ്പെടെയുള്ള സംഘടനകളോട് നമ്മൾ ഒരു തമാശ പറയാറുണ്ട്, അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൂടുമ്പോൾ ഇവിടെ കൂടുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇവിടെ കുറയുന്നില്ലല്ലോ എന്നതുപോലെ 2 തോണിയിലും കാലിട്ടുകൊണ്ടുള്ള സമീപനം SFIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്.
ഒരേ സമയം ഇന്ന് സമരം നടത്തുമ്പോൾ ഫ്രട്ടേണിറ്റി ഉൾപ്പെടെ അതല്ലെങ്കിൽ ഈ വിഷയ സംബന്ധമായി ഇതിൻ്റെ പരിഹാര മാർഗമായി എല്ലാവരും മുന്നോട്ട് വെക്കുന്ന അധിക ബാച്ചുകൾ അനുവദിക്കണമെന്ന നിലപാടാണ് SFI ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതേ ഡിമാൻഡ് തന്നെയാണ് SSLCയുടെ ഫലം റിസൾട്ട് പുറത്തു വന്ന അതേ ദിവസം തന്നെ ഫ്രട്ടേണിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകൾ പരിഹാര മാർഗമായി മുന്നോട്ട് വെക്കാറുള്ളത്. അധിക ബാച്ചുകൾ മലബാറിൽ അനുവദിക്കപ്പെടണം. എന്നുവെച്ചാൽ ഇപ്പൊ SFI പാനലിസ്റ്റ് പറഞ്ഞ ഈ പറഞ്ഞ ഷിഫ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ ഒരു ക്ലാസ്സിൽ അനുവദിച്ചിട്ടുണ്ട് എന്നിവയൊന്നുമല്ല ശരിക്കുള്ള SFIയുടെ പൊസിഷൻ. അല്ല, ഇന്നത്തെ സമരത്തിൽ SFI ഉയർത്തിയ നിലപാടതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങൾ തുടക്കം മുതലേ പറയുന്ന തീരുമാനം അല്ലെങ്കിൽ പരിഹാരം എന്ന് പറയുന്നത് സ്ഥിരമായ ബാച്ചുകൾ, അധികമായ ബാച്ചുകൾ മലബാറിലെ ജില്ലകളിൽ അനുവദിക്കണം. പക്ഷേ കേരളത്തിൽ നിങ്ങൾ എടുത്തു നോക്കൂ, പിണറായി സർക്കാർ 8 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒരധിക സ്ഥിരം ബാച്ച് പോലും, താൽക്കാലിക ബാച്ചുകളെ കുറിച്ച് പറയുന്നുണ്ട്, അധികം സീറ്റുകൾ വരുന്നത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനത്തെ പരിഹാരങ്ങളല്ല മലബാറിലെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ശാശ്വതമായ പരിഹാരം എന്നത് നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മുൻവിധികളില്ലാതെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾക്ക് ഇതിന് സമരം ചെയ്യേണ്ടി വരികയാണ്. കാരണം സർക്കാർ ഇതിനെ വളരെ പുറംതിരിഞ്ഞുകൊണ്ടാണ് ഈ അവകാശങ്ങളെ സമീപിക്കുന്നത്. വളരെ ഗുരുതരമായ സംഗതിയാണ്. ഇനി സംഘടനകളുടെ കണക്കുകളിലൂടെ, ഫ്രട്ടേണിറ്റിയുടെ അതല്ലെങ്കിൽ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ കണക്കുകളിലൂടെ ഇന്ന് സംസ്ഥാന സർക്കാർ അതല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിച്ച കണക്ക് നോക്കൂ. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ സീറ്റിൻ്റെ എണ്ണം കുറവുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് 7478 വിദ്യാർത്ഥികൾക്ക് മലപ്പുറത്ത് സീറ്റില്ല എന്ന്, 7478 കുട്ടികൾക്ക് മലപ്പുറത്ത് സീറ്റില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി അംഗീകരിക്കുന്നുണ്ട്. ഏതായാലും SFIയുടെ സമരത്തെ ഉഷാറാക്കാനാണെങ്കിൽ പോലും മലബാറിൽ സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി അംഗീകരിച്ചതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്ന് സർക്കാർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്ന് അംഗീകരിച്ച സർക്കാർ അതിൻ്റെ പരിഹാര മാർഗങ്ങളിലേക്ക്, നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. ഇന്ന് ആലോചിച്ച് നോക്കുക, അതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി അൺഎയ്ഡഡ് സീറ്റുകളുടെ എണ്ണം പോലും ഇതിന് കൂട്ടിയിട്ടാണ് സീറ്റിൻ്റെ കുറവ് പറഞ്ഞിട്ടുള്ളത്. 1051 അൺഎയ്ഡഡ് സീറ്റുകൾ പോലും കൂട്ടിയതിന് ശേഷമാണ് മലപ്പുറത്ത് 7478 സീറ്റിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ വളരെ വിരോധാഭാസകരമായ സമീപനങ്ങൾ അതല്ലെങ്കിൽ വളരെ പരിഹാസ്യമായ സമീപനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, SFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഇതിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ 10,000-കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ, അവരുടെ ഭാവിയെ, വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഭാവിയെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ആലോചിച്ചു, ഞാൻ ഒരു ഫോട്ടോ കാണിക്കാം. SFI ഈ വർഷം പുറത്തിറക്കിയ ഫോട്ടോ ആണ്. SFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേജിൽ ഇപ്പോഴും ഈ ഫോട്ടോ ഉണ്ട്. സംസ്ഥാനത്ത് +1 സീറ്റുകൾ വർദ്ധിപ്പിച്ചു. സർക്കാർ സ്കൂളുകളിൽ 30%, എയ്ഡഡ് സ്കൂളുകളിൽ 20%. ഞാൻ +1 പഠിച്ചപ്പോൾ +1 ഉണ്ടായിരുന്ന ക്ലാസ് റൂമിൽ വിദ്യാർത്ഥികൾ എണ്ണം എന്ന് പറഞ്ഞാൽ 64 വിദ്യാർത്ഥികളാണ്. സാധിക്കണം അതേ അഭിപ്രായം ഉണ്ടാവും, അതേ അനുഭവം ഉണ്ടാവും. 60-ലധികം വിദ്യാർത്ഥികൾ ഇരുന്നുകൊണ്ട് പഠിക്കുന്ന ക്ലാസ് റൂമുകൾ മലബാറിലുണ്ട്, മലപ്പുറത്തുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത്തരം ക്ലാസ് റൂമുകളിലേക്ക് നിങ്ങൾ വീണ്ടും വിദ്യാർത്ഥികളെ കുത്തിനിറച്ച് പഠിപ്പിക്കുന്ന സാഹചര്യമാണ് ഈ വർഷം നിങ്ങൾ ഇറക്കിയ പോസ്റ്റർ. സംസ്ഥാന സർക്കാരിന് അഭിവാദ്യങ്ങൾ, നിങ്ങൾ ഇറക്കിയ പോസ്റ്റർ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇറക്കിയ പോസ്റ്റർ. മലപ്പുറം ജില്ലയിൽ പുതിയ 53 +1 ബാച്ചുകൾ അനുവദിച്ച ഇടതുപക്ഷ സർക്കാരിന് അഭിവാദ്യങ്ങൾ. എവിടെ പോയി 53 ബാച്ചുകൾ? കണക്കുകൾ പറയുകയാണെങ്കിൽ വളരെ കൃത്യമായി സംസ്ഥാന സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കുകൾ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ, അധികരിപ്പിച്ചുകൊണ്ടും ഒരു അതിശയോക്തി കലർന്നുകൊണ്ടും പറയുന്നില്ല, കേരളത്തിൽ മലബാർ ജില്ലയിൽ നിർബന്ധമായും സ്ഥിരമായ ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് മാത്രമേ ഇതിന് പരിഹാര നടപടികൾ സ്വീകരിക്കാൻ. സ്ഥിരമായ ബാച്ചുകൾ അനുവദിക്കാൻ സർക്കാർ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നാണ് മർമ്മപ്രധാനമായ ചോദ്യം. അഷർ പെരുമുക്ക് MSFന്റെ പ്രതിനിധി നമ്മോടൊപ്പം ഉണ്ട്. അഷർ, ഈ മലബാറിലെ സീറ്റ് പ്രതിസന്ധി എന്നത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒന്നല്ല എന്നാണ് സാദിഖ് SFI പ്രതിനിധി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അത് വസ്തുതയുമാണ്. എത്രയോ കാലമായി വിദ്യാഭ്യാസ രംഗത്ത് ഈ നിലയ്ക്കുള്ള ഒരു വിവേചന സമീപനത്തെ മലബാർ ജില്ലകൾ അഭിമുഖീകരിക്കുന്നുണ്ട്. മലബാറിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് പറയാവുന്ന ഒന്ന് മുസ്ലിം ലീഗാണ്. അവർ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ദീർഘകാലം ഇരുന്നുണ്ട്. UDFൽ അവർക്ക് ദീർഘകാലത്തെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ശാശ്വത പരിഹാരത്തിന് അടിത്തറയിടാൻ നിങ്ങൾക്ക് കഴിയാതെ പോയത്? ഇത്രയധികം കുട്ടികൾ 10ാം ക്ലാസ്സിൽ വന്ന് പാസ് ഔട്ട് ആവുക എന്നത് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 7 വർഷം കൊണ്ടോ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത് എത്രയോ കാലത്തെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് ഒരു ദീർഘവീക്ഷണത്തോടെ കാണാനും മലബാറിനെ ആ നിലയ്ക്ക് എക്വിപ്പ് ചെയ്യാനും നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന പ്രശ്നം അവിടെ കിടക്കുന്നില്ലേ? അജിംസ്, ഈ വിഷയത്തിൽ നമുക്കൊരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ഈ സമയത്ത് നേരത്തെ അജിംസനെ സൂചിപ്പിച്ചു. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് സീറ്റ് കിട്ടാത്ത വിഷയമാണ്. നേരത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് സാദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുമ്പോൾ
നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റു രാഷ്ട്രീയ കാര്യങ്ങൾ നിരന്തരമായി മീഡിയയിൽ ചർച്ചയിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ UDF ഭരണകാലത്താണെങ്കിലും LDF ഭരണകാലത്തിലാണെങ്കിലും നിരന്തരമായി ആ രീതിയിലുള്ള രാഷ്ട്രീയ സംവാദങ്ങൾ നടക്കുന്നുണ്ട്. സംവാദം നടക്കുന്നതിനപ്പുറത്തേക്ക് ഈ 8 വർഷക്കാലം തുടർഭരണം LDF ലഭിച്ചിട്ട് പോലും 7 വർഷം സൈലൻ്റായ SFI 8ാമത്തെ വർഷമാണ് സമരത്തിനിറങ്ങുന്നത്. ഇന്ന് മലപ്പുറം ജില്ലയിലെ കലക്ട്രേറ്റിലേക്കാണ് അവർ മാർച്ച് നടത്തിയത്. മറ്റു മലബാറിലെ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലയിൽ ഇതേ സമാനമായ വിഷയങ്ങളുണ്ട്. കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, കാസർഗോഡുണ്ട്, പാലക്കാടുമുണ്ട്. അവിടെയൊന്നും സമരം നടത്താതെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായി SFI മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ വിഷയത്തിൻ്റെ മുമ്പിൽ ഒരു പ്രതികരണം പോലും ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് SFI മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് SFI ഇന്ന് സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അതിന് കാരണങ്ങൾ കഴിഞ്ഞ ക്യാമ്പസ് ഇലക്ഷനുകളിലും കഴിഞ്ഞ യൂണിവേഴ്സിറ്റി ഇലക്ഷനിലും മനസ്സിലായിട്ടുണ്ടെന്ന് പറയുന്നു. ഇവിടെ കൃത്യമായി നേരത്തെ മറ്റു പ്രതിനിധികളൊക്കെ സൂചിപ്പിച്ചതുപോലെ മന്ത്രിക്ക് മാത്രമാണ് കണക്ക് മനസ്സിലാവാത്തത്. അതിൻ്റെ ലോജിക്ക് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മന്ത്രി പറയുന്നത് എല്ലാ കാര്യങ്ങളും നേരത്തെ SFIയുടെ പ്രതിനിധി പറയുന്നു എല്ലാ അലോട്ട്മെൻറ്റുകളും കഴിഞ്ഞ് സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റും കഴിഞ്ഞ് കുറവുണ്ട്, അതാണ് മുൻകൂട്ടി കണ്ട് എന്നാണ് സാദിഖ് പറയുന്നത്. സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റ് വരാനുണ്ട്. സാദിഖ് ഞങ്ങൾ ആക്ഷേപിച്ചത് എന്താണ്? അഡ്മിഷൻ പ്രോസസ്സിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയെന്നാണ്. സാദിഖ് ഞങ്ങൾ 7 വർഷമായി സമരമുഖത്തുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എണ്ണത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. സമരത്തിൽ ഈ പറയുന്ന സീറ്റുകളുടെ എണ്ണത്തിൻ്റെ വ്യത്യാസമോ ഞങ്ങൾ സമരത്തിൽ ഉന്നയിക്കുന്നതിൽ പ്രശ്നമുള്ളൂ. സാദിഖ് 8ാമത്തെ വർഷത്തിലാണ് സമരത്തിന് ഇറങ്ങുന്നത്. അതിഭീകരമായ കണക്കുകളാണ് 8ാമത്തെ വർഷം വന്നത്. വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ആക്ഷേപങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനം നിങ്ങൾ സമരത്തിനിറങ്ങി. സർക്കാർ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളുടെ സമരത്തെക്കുറിച്ച് വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. സാദിഖ് മറ്റു മീഡിയയിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് ചോദിച്ചാൽ കഴിഞ്ഞു. അത് മാത്രമല്ല, ഈ പാനലിലുള്ള 3 പേർ സർക്കാരിന്റെ കണക്കുകളോട് വിയോജിക്കുന്നവരാണ്. എല്ലാവരും കൂടി അതേ പോയിന്റ് ആവർത്തിക്കേണ്ട എന്നുകൊണ്ട് ഞാൻ താങ്കളോട് സവിശേഷമായി ചോദിക്കുന്നു. താങ്കൾ MSFന്റെ പ്രതിനിധിയാണ്. ഇതിനകത്ത് ഉയർന്നു വന്നൊരു വാദം MSFന്റെ സമരത്തിനകത്ത് കാപട്യമുണ്ട് എന്നതാണ്. ശരിയാണ്, 7 വർഷമായി ഇവിടെ പിണറായി വിജയൻ സർക്കാരുണ്ട്. പക്ഷേ 7 വർഷത്തെ ചരിത്രം പോലും അല്ല മലബാറിൻ്റെ സീറ്റ് പ്രതിസന്ധിക്കൊണ്ട് ഉള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പവർ ഉണ്ടായിരുന്ന കാലത്ത് മലബാറിൻ്റെ ഈ വിദ്യാഭ്യാസ പ്രശ്നങ്ങളെ സമ്പൂർണ്ണമായും പരിഹരിക്കാൻ നിങ്ങൾ എന്ത് ദീർഘവീക്ഷണമുള്ള പദ്ധതി ആവിഷ്കരിച്ചു? നിങ്ങൾ എത്ര ബാച്ചുകൾ കൊണ്ടുവന്നു? നിങ്ങൾ അതിനെന്തുമാത്രം ശിലയിട്ടു എന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് MSFന് മുന്നോട്ട് പോകാൻ കഴിയൂ. ബാക്കി എല്ലാവർക്കും വിമർശിക്കാൻ കഴിയും. നിങ്ങൾക്ക് വിമർശനം മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം. 2 തവണയാണ് ഇപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിക്കപ്പെടും. ഞാനത് പറയാതെ പോയത് നിരന്തരമായി MSF ഈ വിഷയത്തിൽ ഈ ഡിബേറ്റിൽ പങ്കെടുക്കുന്നതാണ്. ഇത്തരം വിഷയങ്ങൾ മറുപടി പറയുന്നതാണ്. നമ്മുടെ വിഷയം കറൻറ്റ് സിറ്റുവേഷൻ്റെ മെരിറ്റ് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അത്തരം രൂപത്തിലേക്ക് ചർച്ചയിലേക്ക് ഞങ്ങൾ പോകാതിരുന്നത്. ഇവിടെ സംഭവിക്കുന്നത് 2 തവണയാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നുള്ളത്. ഈ പ്രീ ഡിഗ്രി ഹയർ സെക്കൻഡറി ലെവലിലേക്ക് മാറിയതിന് ശേഷം അന്ന് ഞങ്ങൾ നൽകിയ വിപ്ലവകരമായ മാറ്റങ്ങൾ, നാലകത്ത് സൂപ്പി, ET മുഹമ്മദ് ബഷീർ സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നൽകിയ വിപ്ലവകരമായ മാറ്റങ്ങൾ അന്ന് ഞങ്ങൾ നൽകുമ്പോൾ മലബാറിലേക്ക് അധിക ബാച്ചുകളും അധിക കോഴ്സുകളും നൽകുമ്പോൾ അവിടെ മലബാറിൽ എന്തോ കൊടുക്കുന്നു, അവിടെ മുസ്ലിം സമുദായത്തിന് എന്തോ ഒരു സാമുദായിക സന്തുലനം ഉണ്ടാകുന്നു എന്ന് പ്രചരിപ്പിച്ച് കോടതിയിൽ പോയ ഗവൺമെൻറ്റുകളുണ്ട്, അല്ലെങ്കിൽ കോടതിയിൽ പോയ വിദ്യാർത്ഥി സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ 2 തവണ ഞങ്ങൾക്ക് ഈ പ്രീ ഡിഗ്രി ഹയർ സെക്കൻഡറി കൺവെർട്ട് ആയ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ വന്ന 2 തവണത്തെ ഭരണം വളരെ കൃത്യമായി ഹയർ സെക്കൻഡറി സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ, മലബാറിലെ ഹയർ സെക്കൻഡറി സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അത് കൃത്യമാണ്. അതിന്റെ രേഖകൾ കേരളത്തിലെ കൊണ്ടുവന്നു, എവിടെയൊക്കെ ഏതൊക്കെ മേഖല എന്നൊക്കെ പറയണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. ആ വിഷയത്തിൽ 35ഓളം എയ്ഡഡ് സ്കൂളുകളെ എയ്ഡഡ് മേഖലയിൽ ബാച്ചുകൾ അനുവദിക്കുന്ന സമയത്താണ് LDFിൻ്റെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ കോടതി പോകുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഈ മലബാർ മേഖലയിലേക്ക് വിദ്യാഭ്യാസ പുരോഗതി വരുന്ന സമയത്ത് തടസ്സങ്ങൾ സൃഷ്ടിക്കാനാണ് LDF സംബന്ധിച്ചിട്ടുള്ള SFI സമരമുഖത്തും അന്നും ഉണ്ടായിട്ടുണ്ട്. മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പുരോഗതി വരുന്ന സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി ET മുഹമ്മദ് ബഷീർ
അങ്ങനെയല്ല, ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇവർ വേറെ രൂപത്തിൽ അതിനെ രാഷ്ട്രീയപരമായി അല്ലാതെ വേറെ രൂപത്തിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. LDF ശ്രമിച്ചിട്ടുണ്ട്. VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള LDFന്റെ കാര്യമുള്ളത്. അതായത് ഇപ്പോൾ ഈ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം എല്ലാത്തിനും A+ ഉണ്ടായിട്ടും എനിക്ക് സീറ്റ് കിട്ടിയില്ല, മോഹിച്ച സ്ഥലത്ത് കിട്ടിയില്ല എന്ന് സങ്കടപ്പെടുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്, അവരുടെ രക്ഷിതാക്കളെ കാണുന്നുണ്ട്, അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന സംഘടനകളെ കാണുന്നുണ്ട്. അതേസമയം അപ്പുറത്ത് ഉയർന്നു വരുന്ന വാദം മലബാറിൽ മാത്രമായി അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല. ഈ പറയുന്ന അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവ്യക്തമായ വിവരങ്ങൾ കൊടുക്കുക ഏകജാലക സംവിധാനത്തിൽ, അല്ലെങ്കിൽ പരിമിതമായ സ്കൂളുകൾ മാത്രം കൊടുക്കുക. ഇപ്പം നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഇതിൽ മാത്രമേ കിട്ടൂ എന്ന് ശഠിച്ച് നിൽക്കുക. അങ്ങനെയൊക്കെയുള്ള ചില വാശികൾ, ചില താല്പര്യങ്ങൾ, അവയുടെ ഭാഗമായി സ്വാഭാവികമായി ഉണ്ടാവുന്ന എവിക്ഷൻസ് ആണ്. അതിനപ്പുറത്തേക്ക് ഒരു പ്രശ്നം സീരിയസ്ലി ആയിട്ട് മലപ്പുറത്തില്ല എന്ന് വാദിക്കുന്നവർക്കുള്ള മറുപടി എന്താണ്? അല്ല, മലബാറിലില്ല എന്ന് പറയുന്നവരോട്. അതിലേക്ക് വരുന്നതിന് മുൻപ് ഇന്ന് പ്രിയ സുഹൃത്ത് സാദിഖ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ തന്നെ ഇവിടെ ആവർത്തിച്ചു. അദ്ദേഹം ഇന്ന് നിയമസഭയിൽ പറഞ്ഞു, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുൻപ് തന്നെ ഈ സമരം തുടങ്ങിയെന്ന് പറഞ്ഞു. അതിനേക്കാൾ ഞെട്ടിച്ചത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ്. മാർജിനൽ ഇൻക്രീസ് അങ്ങ് പ്രഖ്യാപിച്ചു കളഞ്ഞു. നമ്മളൊക്കെ അത് ഞെട്ടിപ്പിച്ച് കളഞ്ഞു. സാധാരണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ ഈ പരാതികളും പരിഭവങ്ങളൊക്കെ ആളുകൾ പോയാൽ ചെയ്യുന്ന കാര്യം ആദ്യം അങ്ങ് ചെയ്തു കളഞ്ഞു. ഇനി എന്താണ് ഈ മാർജിനൽ ഇൻക്രീസ്? 65-70 ആളുകളെയൊക്കെ ഒരു ക്ലാസ്സിൽ ഇരുത്തുന്നത്. കാർത്തികേയൻ നായർ കമ്മിറ്റിയെ ഈ സർക്കാർ നിയോഗിച്ചു, ഞാനവരെ മുന്നിലിരുന്നതാണ്, ഞങ്ങളുടെ ആശങ്കകൾ ഷെയർ ചെയ്തതാണ്. ആ കണക്ക് ഇന്ന് വരെ പുറത്തുവിട്ടിട്ടില്ല. മുൻപ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ 40 കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ ഇരിക്കേണ്ടതെന്ന് റെക്കമെൻഡ് ചെയ്തിരുന്നു. പോട്ടെ, 50 ആളുകളെങ്കിലും നിശ്ചയിക്കേണ്ടതുണ്ട്. അശാസ്ത്രീയമായിട്ട് ഈ തരത്തിൽ കുട്ടികളെ ക്ലാസ്സിൽ കുത്തി നിറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമുക്കറിയാം ഒരു വശത്തുണ്ട്. ഇനി ഈ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഇപ്പം പറഞ്ഞല്ലോ, സയൻസിന് ചൂസ് ചെയ്യേണ്ട കുട്ടി സയൻസാണ് പഠിക്കണ്ടേ. സയൻസ് പഠിക്കാൻ അല്ലെങ്കിൽ ആ അഭിരുചിയുള്ള ആപ്റ്റിറ്റ്യൂഡുള്ള കുട്ടിയെ കൊണ്ടുപോയി നിങ്ങളെങ്ങനെയാണ് കൊമേഴ്സിലിരുത്തുക? ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ NEP ഒക്കെ വന്നു, 4 വർഷ ബിരുദമൊക്കെ വന്നു. ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഈ ചോയ്സ് പ്രകാരമാണ് കുട്ടി പഠിക്കേണ്ടത് എന്ന് പഠനങ്ങളൊക്കെ തെളിയിച്ചതാണ്. അങ്ങനെ ഒരു കുട്ടി ഈ പറഞ്ഞ ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകേണ്ട ഒരു കുട്ടി 10 കഴിഞ്ഞ് +2 എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്നോട്ടെ എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഇനി എന്നെ വിഷമിപ്പിച്ച മറ്റൊരു വസ്തുത, ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി സഭയ്ക്കകത്ത് പറഞ്ഞു, പിന്നെ കഴിഞ്ഞ വർഷം 12,895 കുട്ടികൾ സ്കോൾ കേരളയിൽ അഡ്മിഷൻ എടുത്തു, ഈ വർഷവും അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന്. ഇങ്ങനെ തന്നെയാണ് കോട്ട് ചെയ്തത്. 10ാം ക്ലാസ് വരെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൽ പഠിച്ച അദ്ദേഹത്തിൻ്റെ കുട്ടികളാണല്ലോ ഈ പറയുന്നത്. ഇവർ പിന്നെ അത് കഴിഞ്ഞ് +1 +2 അതായത് ഉപരിപഠനം പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ട ആളുകൾക്ക് പഠിക്കാനുള്ള സംവിധാനമാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സ്കോൾ കേരള. അല്ലാതെ 10ാം ക്ലാസ് കഴിഞ്ഞ് കുട്ടിയെ കൊണ്ടേ ഇരുത്താനുള്ള സ്ഥലമല്ല സ്കോൾ കേരള ഓപ്പൺ സ്കൂളിംഗ് എന്നുള്ളത്. തൻ്റെ സമപ്രായക്കാരായ ആളുകൾക്കൊപ്പം ഇരുന്ന് ലൈഫ് സ്കിൽ അടക്കം പിന്നെ കിട്ടേണ്ട സാഹചര്യത്തിൽ നിന്ന് ഒരു അഡോളസെൻ്റ് ടീനേജർ ആയിട്ടുള്ള ഒരു കുട്ടിയെ മാറ്റി നിർത്തുമ്പോൾ അത് വലിയ അനീതിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. പിന്നെ നേരത്തെ ശ്രീ നിഷാദ് ചോദിച്ച പോലെ ഈ അപേക്ഷ തെറ്റിയതുകൊണ്ട് അതൊക്കെ നെഗ്ലിജിബിൾ കേസസാണ്. എൻ്റെ മുന്നിൽ ഇന്നലെ ഒരു ഉമ്മയും മകളും കോഴിക്കോടുള്ള വന്ന് കരഞ്ഞു. ഫുൾ A+ കിട്ടിയ കുട്ടി, ആ കുട്ടി JRCയിലുണ്ട്, SCRTയുടെ സ്റ്റേറ്റ് ലെവൽ പ്രോജക്റ്റ് ചെയ്ത് റെക്കഗ്നീഷൻ കിട്ടിയ കുട്ടിയാണ്. ഇനി വെറുതെ A+ കൊടുക്കുക എന്നുള്ള വാദം ഉണ്ടെങ്കിൽ അതും ശരിയല്ല. അക്കാഡമിക് എക്സലൻസ് തെളിയിച്ച കുട്ടിയാണ്. ആ പെൺകുട്ടിയും മാതാവും വന്ന് കരയുക. അവർക്ക് പറയാൻ വയ്യ, അവർക്കൊരു സദസ്സിൽ പറയാൻ പ്രയാസം. അതായത് 10 A+ കിട്ടിയിട്ടും തനിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറയാനുള്ള പ്രയാസം, സമൂഹത്തിൽ നിന്നോ അയൽപക്കത്തു നിന്നൊക്കെ പരിഹാസ്യരാവുക. എന്താണ് ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഒരു തരത്തിൽ മനസ്സിലാവാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇനി നേരത്തെ ചോദിച്ചല്ലോ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുൻപ് സമരമുഖത്തുണ്ടെന്ന്. അടുത്ത കൊല്ലത്ത് എത്ര സീറ്റ് വേണമെന്ന്, ബാച്ചിൽ വേണമെന്ന് കണക്കൂട്ടി പറഞ്ഞു തരാൻ പറ്റും? അത് ഞാൻ വേണ്ടല്ലോ. നമ്മുടെ അടുത്ത് 9ാം ക്ലാസ്സിൽ പാസ്സായി ഇപ്പോൾ SLCയിൽ ഇരിക്കുന്ന കുട്ടികളുടെ കണക്കെടുത്താൽ പോരെ അടുത്ത വർഷം എത്ര കുട്ടികൾ +1 അപേക്ഷിക്കുന്നു? പിന്നെ പോളിയും ITയും VHSCയും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ അതിലേക്ക് പോട്ടെ. ഈ കണക്കുകളൊക്കെ കൂട്ടിയാലും കുറവുണ്ട് എന്ന വസ്തുത അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. യെസ്, അതൊരു പ്രധാനപ്പെട്ട കാര്യം. സാദിഖ്, ഇതിനകത്ത് 3 കാര്യങ്ങൾ. ഒന്നാമത്തേത്, എല്ലാ കണക്കുകളെയും മന്ത്രി തള്ളിക്കളയുന്നു, പക്ഷേ 7,478 സീറ്റിൻ്റെ കുറവുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഭരണാധികാരിയുടെ കസേരയിലിരിക്കുന്ന ഒരാൾക്ക്
അത്രയും സീറ്റിൻ്റെ കുറവുണ്ട് എന്ന് ലാഘവത്തോടെ എങ്ങനെ പറയാൻ കഴിയും? അത്രയും സീറ്റിൻ്റെ കുറവുള്ളൂ എങ്കിൽ അതുണ്ടാക്കുന്ന ഡാമേജിന് ആരാണ് ഉത്തരവാദി? ഒന്ന്. രണ്ടാമത്തെ, നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ താങ്കൾ തന്നെ പറഞ്ഞ പോയിന്റിനെ എന്താ പറയുന്നത് ക്രോസ് ചെയ്യണം അദ്ദേഹം. അതായത് ഒരാൾക്ക് സയൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, അയാളുടെ അഭിരുചി അതാണ് എങ്കിൽ അയാളോട് ഇല്ല, സയൻസ് ഇവിടെ കിട്ടാനില്ല, വേറെ വല്ലതും പഠിച്ചോളൂ എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് നല്ല ഗവൺമെൻറ്റാണ്? ഒരിക്കലും അല്ല, നല്ല ഗവൺമെൻറ് അല്ല. അതിനൊരു ആധുനിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് കാഴ്ചപ്പാടേ ഇല്ല എന്നുള്ളതാണ്. രണ്ടതൊരു വി.ഡി. സതീശൻ വിമർശിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു നിർണായകമായ സന്ധിയാണ് കുട്ടികളെ സംബന്ധിച്ച്. +1 കഴിഞ്ഞ് അവരുടെ ശാരീരികവും മാനസികവുമായ സവിശേഷാവസ്ഥകളുടെ കാലമാണ്, അവരുടെ കരിയറിനെ കുറിച്ച് അവർക്ക് ആലോചന വേണ്ട കാലമാണ്. അപ്പോഴാണ് അവർക്ക് ഒരു സ്വസ്ഥമായ അന്തരീക്ഷം വേണ്ട കാലമാണ്, നല്ല ഓറിയൻറ്റേഷൻ കിട്ടേണ്ട കാലമാണ്, നല്ല ഫോക്കസും ശ്രദ്ധയും കിട്ടേണ്ട കാലമാണ്. അപ്പോഴാണ് 75-80 പേരുള്ള ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കേട്ട് പഠിച്ചോളൂ എന്ന ഒരു അലസ സമീപനം ഒരു തലമുറയോട് സ്വീകരിക്കുന്നത്. അങ്ങനെ ഏതർത്ഥത്തിൽ നോക്കിയാലും അങ്ങേയറ്റത്തെ ഒരു പാതകം നമ്മൾ കടത്തി പറഞ്ഞാൽ ഈ തലമുറയോട് സർക്കാർ ചെയ്യുന്നുണ്ട്. മലബാറിലെ അതൊരു ചെറിയ കാര്യമാണോ സാദിഖ്? ഞാൻ ഓരോ കാര്യങ്ങൾ 1 by 1 ആയി പറയാം. ഒന്ന്, ആദ്യം പറഞ്ഞ പ്രശ്നം, വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞ കണക്കുകൾ പ്രകാരം സീറ്റുകളുടെ കുറവുണ്ട്. SFI ആ വാദം അംഗീകരിക്കുകയും ആ വാദം ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്യുകയും ചെയ്യുകയാണ്. ഞങ്ങൾക്കത് അഭിപ്രായമുണ്ട്, സീറ്റ് കുറവുണ്ട്, അതുകൊണ്ടാണല്ലോ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ സമരം ചെയ്തത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു സർക്കാർ പ്രതിനിധിയോടെന്ന പോലെ ചോദിക്കരുത്. SFI എന്ന വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥിപക്ഷ സമരരംഗത്ത് നിലയുറപ്പിക്കുന്ന ഒരു സംഘടനയാണ്. അങ്ങനെ ചോദിക്കുന്നതിന് സാധിക്കും. ഞാൻ ഒന്നരവട്ടെ ഒരു സെക്കൻഡ്. അതായത് നിങ്ങൾ സർക്കാരിനെ വിമർശനാത്മകമായി സമീപിക്കുന്നില്ല, വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് കൂടെ ഞങ്ങളുണ്ട്, ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ടല്ലോ എന്നാണ്. ഗവൺമെന്റ് ഈ കാര്യത്തിൽ നുണ പറയുകയാണ് എന്ന എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾ തന്ത്രപൂർവ്വം അതിൽ നിന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. സർക്കാർ നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല, സർക്കാരിൻ്റേത് പിന്തിരിപ്പൻ സമീപനമാണ്, ധാർഷ്ട്യമാണ് എന്ന പോയിന്റ് നിങ്ങൾക്കുണ്ടോ? ഇല്ല. നിങ്ങൾ അതിലും സർക്കാരിനെ സംരക്ഷിക്കുകയാണ്. നിങ്ങളുടേതൊരു അനുഷ്ഠാന സമരമാണെന്ന് വിമർശിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് സ്ട്രോങ് പൊസിഷൻ ഇല്ല. ഗവൺമെൻറ് നുണ പറയുന്നു, ഗവൺമെൻറ് മാന്യമായ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു പോലെയുള്ള ക്ലാരിറ്റി ഉള്ള പൊസിഷൻ നിങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറയാത്തത് ഈ സർക്കാരിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് കൊണ്ടാണെന്ന്. ഏത്? ഇന്ന് ക്ലാസ് തുടങ്ങിയിട്ടും ആയിരക്കണക്കിന് കുട്ടികൾ പുറത്ത് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ പ്രതീക്ഷ. ഇത് ഏത് വർഷമാണ് ശ്രീ നിഷാദ് ആദ്യ ദിവസം തന്നെ മുഴുവൻ കുട്ടികളെയും ക്ലാസ്സിലിരുത്തി പഠിപ്പിച്ചത്? നിങ്ങൾ അങ്ങനെ പറയരുതല്ലോ. നമ്മളൊക്കെ +1 കഴിഞ്ഞല്ലേ വരുന്നത്. UDF ഭരിച്ച കാലത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? അഡ്മിഷൻ നടന്ന ആദ്യ ദിവസം തന്നെ എല്ലാ കുട്ടികളും വന്നിരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പറയരുത്. ഈ അലോട്ട്മെന്റ് ഏകജാലകം എന്ന് പറയുന്നത് ആ ഫ്രട്ടേണിറ്റി പ്രതിനിധിയോടൊന്നും മിണ്ടാതിരിക്കാൻ പറയാം. അല്ല, അദ്ദേഹം ചോദിച്ചോട്ടെ, ചോദിച്ചതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞേ പോകും. നമ്മൾ പറയുമ്പോൾ വായിലേക്ക് കോലിടാൻ വരാതിരുന്നാൽ മതി. ഞങ്ങൾ പറയട്ടെ. അതായത് സിംഗിൾ വിൻഡോ സിസ്റ്റം പ്രകാരം അഡ്മിഷൻ നടക്കുന്ന ഒരു സമ്പ്രദായത്തിലും അഡ്മിഷൻ നടക്കുന്ന ആദ്യ ദിവസം തന്നെ പൂർണ്ണമായി അഡ്മിഷൻ നടക്കാറില്ല. അത് SSLC +2 മാത്രമാണോ? ഡിഗ്രി അഡ്മിഷനിൽ അങ്ങനെയല്ലേ? പ്രൊഫഷണൽ കോഴ്സുകളുടെ അഡ്മിഷനിൽ അങ്ങനെയല്ലേ? ആദ്യ ദിവസം മുഴുവൻ വിദ്യാർത്ഥികളും വന്ന് ക്ലാസ് ഫില്ലായിട്ട് ഏത് ക്ലാസ്? നിങ്ങൾ വളരെ ഐഡിയലായ ഒരു വിദ്യാഭ്യാസ സങ്കല്പത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കും അങ്ങനെ ഐഡിയൽ ആവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല വിദ്യാഭ്യാസ രീതി. അതിന് പരിമിതികൾ പലതുണ്ട്. അത് പരിഹരിക്കപ്പെടണമെന്ന് കാര്യം നടക്കുന്ന മേഖല വേറെ കേരളത്തിലുണ്ട്. മലബാറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. മലബാറിലെ ഇഷ്യൂ ഉള്ളൂ, അതിന്റെ മലബാറിൽ മാത്രം ഇഷ്യൂ അല്ല. മലബാറിൽ ഈ പ്രതിസന്ധി ഉണ്ടാകാൻ ചരിത്രപരമായ കാരണങ്ങളുണ്ടെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അത് വളരെ ലോജിക്കലായി കാര്യങ്ങളെ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മലബാറിൽ നേരത്തെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ മറികടന്ന് മുന്നോട്ട് വരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് ഘട്ടം ഘട്ടമായി തന്നെ മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഇവിടെ കഴിയാത്ത ഒരു ഗവൺമെന്റ് അവിടെ ഉള്ളതെന്ന് അല്ല, പ്രശ്നങ്ങൾ മറികടന്ന് ഒരു ബൂം ഉണ്ടാകുമ്പോൾ ആ ബൂമിന് ഒപ്പിച്ച് ഇവിടെ കാര്യങ്ങൾ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യണം എന്നുള്ളത് അറിയാത്ത ഒരു ഗവൺമെന്റ് അവിടെ ഉണ്ടായിപ്പോയത്. അതല്ലേ കുഴപ്പം? അല്ല, അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്ന അഭിപ്രായമാണല്ലോ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്ന അഭിപ്രായം, SFI പറയുന്ന അഭിപ്രായം, സർക്കാർ അത് തിരിച്ചറിഞ്ഞ് പരിഹരിക്കണം എന്നാണല്ലോ. പക്ഷെ ഇവര് കാണുന്നത് പോലെയല്ല സർക്കാർ ഞങ്ങൾ കാണുന്നത്. അതിന് കാരണമുണ്ട്. നിങ്ങൾ പിന്നെയും ഈ സർക്കാരിന് ഈ ആനുകൂല്യം കൊടുക്കുന്ന എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന കണക്ക്, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രതിസന്ധി, ഇത് ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. സാദിഖ്, നിങ്ങളടക്കമുള്ളവർ തെറ്റായ കാര്യം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരു സീറ്റ് പ്രതിസന്ധി മലബാറിലില്ല എന്നതാണ് ഗവൺമെന്റ് പൊസിഷൻ എന്നിരിക്കെ ഗവൺമെന്റിൽ നിങ്ങൾ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ഗവൺമെന്റിനെ സംരക്ഷിക്കണമെന്ന നിങ്ങളുടെ കേവല ഉദ്ദേശം അല്ലാതെ മറ്റൊന്നുമല്ല. അധ്യക്ഷനായിരുന്നല്ലോ വിദ്യാഭ്യാസ മന്ത്രി, എങ്ങനെയാണ് തള്ളി പറയാൻ കഴിയും? അല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ
ഇപ്പോൾ ഇവിടെ പലരും പറയുന്നു അൺഎയ്ഡഡ് മേഖലയെ ഉൾപ്പെടുത്തിയാണ് കണക്ക് പറഞ്ഞത്. അപ്പോൾ അൺഎയ്ഡഡ് മേഖലയിൽ ഒരു കാരണവശാലും അത് പരിഗണിക്കരുത്, VHSE പരിഗണിക്കരുത്, ഇതെല്ലാം പറയുന്ന ആളുകൾ. ഇപ്പൊ ഞാൻ MSF-ന്റെ ഫ്രട്ടേണിറ്റി ഞാൻ പറയുന്നത് അങ്ങനെ പറ്റില്ല, അങ്ങനെ ഉൾപ്പെടുത്തും. അങ്ങനെയല്ലല്ലോ, നിങ്ങൾ പൈസ കൊടുത്ത് പഠിച്ചോളൂ, നിങ്ങൾ മറ്റു സ്കൂളിൽ പോയി പഠിച്ചോളൂ. മലപ്പുറത്തിന്റെ പോയിന്റ് താങ്കളൊന്നും എടുത്തോളൂ. മലപ്പുറത്തും മലബാറിൽ മാത്രമേ എണ്ണുന്നുള്ളൂ, തെക്കൻ കേരളത്തിൽ എണ്ണുന്നില്ലെന്നാണ് അണ്ണേട് ഈ കണക്കെണ്ണുമ്പോഴേ. അല്ല, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് നിങ്ങൾ കേൾക്കൂ. ഇപ്പൊ 10ാം ക്ലാസ്സിന് താഴെയുള്ള മേഖല, LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള മേഖല, അവിടെ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ആ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ ഫീസ് കൊടുത്ത് പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്താനും ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ ഒരുപാട് എത്തിക്കാനും ശ്രമിച്ചവരെ ഞങ്ങൾ, ഇടതുപക്ഷം അതിന് ശ്രമിച്ചവരാണ്. SFIക്ക് അഭിപ്രായമുണ്ട്. കേരളത്തിലെ സർക്കാർ ആ നിലയിൽ കാര്യങ്ങൾ ഇടപെട്ട ആളുകളാണ്. കേരളത്തിൽ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖല പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിലും ഹയർ സെക്കൻഡറിയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും തീരെ വേണ്ട എന്ന അഭിപ്രായമാണോ MSF-നും ഫ്രട്ടേണിറ്റിക്കും ഉള്ളത്? ആ അഭിപ്രായം അവർ പറയില്ല. കാരണം ഈ അൺഎയ്ഡഡ് മേഖല പലതും നടത്തുന്നത് ഇവരുടെ മാനേജ്മെന്റുകളാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വ്യക്തതയോടുകൂടി പറയണം, വ്യക്തതയോടുകൂടി പറയാൻ വേണ്ടി തയ്യാറാകണം. പിന്നെ മറ്റൊരു കാര്യം, അല്ലല്ല, മലപ്പുറത്തിന്റെ കണക്ക് പറയുന്നത് പോലെ സംസ്ഥാന സർക്കാർ തെക്കൻ ജില്ലകളിലെയും കണക്കുകൾ പറയാൻ തയ്യാറുണ്ടോ? അവിടെ അധികമായി സീറ്റുകൾ വരുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മലപ്പുറത്ത് ഇത് വർഷങ്ങളായി സംഭവിക്കുന്നത് എന്തുകൊണ്ട്? ഇത് ചോദിക്കുമ്പോൾ എന്തിനാ സാദിക്ക് സർക്കാരിന്റെ വാദം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ പറയുന്നതിനിടയ്ക്ക് ഇയാൾ എന്തിനാ കയറി ഇടപെടുന്നതെന്ന് ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചിട്ട് ഇയാളോട് ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞാൽ പോരെ? ഇതിങ്ങനെ നമ്മൾ എന്നിട്ട് അവസാനം ഇതിന്റെ ക്ലിപ്പിറക്കിയിട്ട് SFIയുടെയും ഫ്രട്ടേണിറ്റിയുടെയും പ്രതിനിധി തമ്മിൽ വാക്ക് തർക്കം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയട്ടെ, എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയട്ടെ. 3 ചോദ്യം ചോദിച്ചിട്ട് ഒന്നായിട്ടേ ഉള്ളൂ, രണ്ടാമത്തേന് പറയട്ടെ. ഇപ്പൊ ഇവിടെ പറഞ്ഞു സയൻസ് ആഗ്രഹിക്കുന്ന കുട്ടിക്ക് സയൻസ് തന്നെ പഠിക്കണം, അതിനുള്ള സീറ്റ് ഉറപ്പുവരുത്തണം. അതേ അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിർബന്ധിതവും സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം എല്ലാവർക്കും ഭരണഘടനാപരമായി ഉറപ്പുവരുത്തുന്നത് 14 വയസ്സ് വരെയാണ്. എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിന് മുകളിലോട്ട് വരുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഭരണഘടനാപരമായി തന്നെ പറയുമ്പോൾ അതിന് അതിൻ്റെതായ കോമ്പറ്റീറ്റീവ്നെസ്സിന് അനുസരിച്ച് തന്നെ ഈ സിദ്ധാന്തമല്ല നിങ്ങൾക്ക് മലബാറിനോടെ ഉള്ളൂ സാദിഖ്, അതാ പ്രശ്നം. ബാക്കിയുള്ള ഈ പ്രശ്നമില്ല. നിങ്ങൾക്ക് ബാക്കിയുള്ളിടത്ത് എല്ലാം കൂടി വാരിപ്പിടിച്ച് എണ്ണി കണക്ക് പറയേണ്ട ഗതി വരുന്നില്ല. ബാക്കിയുള്ളത്തെ കുട്ടികളോട് 14 വയസ്സ് കഴിഞ്ഞാൽ സാർവത്രിക വിദ്യാഭ്യാസം എന്നത് ഗവൺമെന്റ് ബാധ്യതയല്ല, കിട്ടുന്നതേ പഠിക്കാൻ പറ്റൂ എന്നത് നിങ്ങൾക്ക് പറയേണ്ടി വരുന്നില്ല. നമ്മൾ സംസാരിക്കുന്നത് വിവേചനത്തെ കുറിച്ചാണ്, ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ്, കേരളത്തിന്റെ മൊത്തം പ്രശ്നത്തെ കുറിച്ചല്ല. അല്ല, തെക്കൻ കേരളത്തിൽ നേരത്തെ ഉള്ള പ്രശ്നമല്ല, അവിടെ ഇങ്ങനെ തുടർന്ന് പോരാണ്. അവിടെ സീറ്റുകളുണ്ട്. സീറ്റ് പരിമിതിയുള്ള കാലങ്ങളായി നിലനിൽക്കുന്നിടത്ത് പരിഹരിക്കലാണ് നമ്മുടെ പ്രശ്നം. ഇപ്പൊ കേരളത്തിലെ നിങ്ങളത് പരിഹരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പരിഹരിക്കാതിരിക്കാനുള്ള വിദണ്ഡവാദങ്ങൾ പറയുന്നുള്ള കുഴപ്പം. ഞാനൊരു ബ്രേക്ക് എടുത്ത് വേഗം തിരിച്ചു വരാം. ചർച്ചയിലേക്ക് വീണ്ടും. തഷ്രീഫ്, ഇവിടെ SFI ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ വിദ്യാഭ്യാസ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഐഡിയലായി മാതൃകാപരമായി നടന്നു കാണണം എന്നത് നമുക്ക് ആശിക്കാവുന്ന ഒന്നാണ്. പക്ഷേ പ്രായോഗിക തലത്തിൽ അതിന് ചില പരിമിതികൾ എല്ലായിടത്തും ഉണ്ടാവും. അതിനെ കൂടി നിങ്ങൾ പ്രായോഗികമായി സമീപിക്കാതെ എല്ലാം പൂർണ്ണ തോതിൽ എന്താ പറയുന്നത് അത്രയും ക്രിസ്റ്റൽ പെർഫെക്റ്റ് ആയി നടക്കണം എന്ന് വാശി പിടിക്കുന്നതിന്റെ പ്രശ്നം കൂടി ഇതിനകത്തുണ്ടെന്നാണ്. ഇത് വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ കേവലമായി എന്തോ ഒരു ഔദാര്യത്തിൻ്റെ കണക്കല്ല. നമ്മളുടെ നാട്ടിലെ മക്കൾ നീതിപൂർവമായി സുരക്ഷിതമായി അവർക്ക് തുടർ പഠനത്തിനുള്ള അവസരം കിട്ടണമെന്ന വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ പേരാണ്. കേരളത്തിൽ ഇന്ന് ഹയർ സെക്കൻഡറി മേഖലയിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഉയർന്നു കേൾക്കുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസ അവകാശം ഏതാണെന്ന് ചോദിച്ചാൽ അത് മലബാറിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള അവസരമില്ല എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിലും ആഴത്തിലും വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ SFIയുടെ സമരത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞില്ല, SFI ഞങ്ങൾ ആലോചിച്ചിട്ട് സമരം ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും SFIയുടെ സമരത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ SFIക്ക് ഗത്യന്തരമില്ലാതെ അവരുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഞങ്ങൾ സമരം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞതിന് ശേഷമാണ് സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്കിതിൽ വൈകാരികമായി സമീപിക്കേണ്ടി വരുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകർ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സംഘടനയിലെ സഹപ്രവർത്തകർ
ഈ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി കേരളത്തിൽ കഴിഞ്ഞ നിരവധിയായ വർഷങ്ങളിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കഴിഞ്ഞ അതിൻ്റെ ആരംഭകാലം മുതൽ തന്നെ സമരമുഖത്താണെന്ന് കാണാൻ കഴിയും. അത് എല്ലാ സർക്കാരുകളോടും ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ 8 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ആണ് തുടർച്ചയായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ വർഷവും ഇതിൽ നിരവധിയായ കുട്ടികൾ പുറത്തു പോകുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞ ചോദ്യം വളരെ ഗൗരവമായി മാറുന്നത്. ഓരോ വർഷവും ആയിരക്കണക്കിന് കുട്ടികൾ പുറത്താവുന്നതിലൂടെ 10,000 കണക്കിന് കുട്ടികൾ പുറത്താവുന്നതിലൂടെ അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിലൂടെ ഇത് പരിഹരിക്കപ്പെടാനുള്ള ഒരു ഇടപെടലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നൊരിടത്താണ് ഇതിന്റെ ഗൗരവപ്പെട്ട ഒരു സാഹചര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൊത്തം യൂണിറ്റ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊരു സീറ്റ് വർദ്ധിച്ചു എങ്ങനെ. അത് മാത്രമല്ല, മലബാറിലേക്ക് സവിശേഷകരമായ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ലഭിക്കുന്ന വിഭവങ്ങളുടെയും അതിന്റെ വിതരണത്തിന്റെയും കാര്യത്തിൽ അനീതിയുണ്ട്. ഒരു കണക്ക് പറയാം. ആലപ്പുഴ ജില്ലയിലുള്ള വിദ്യാഭ്യാസ ജില്ലകളുടെ എണ്ണം എന്ന് പറയുന്നത് 4ആണ്. മലപ്പുറം ജില്ലയിലുള്ള വിദ്യാഭ്യാസ ജില്ലകളുടെ എണ്ണം എന്ന് പറയുന്നത് 4ആണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിൽ 2022 SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 1900-ആണ്. മലപ്പുറത്തെ എടരിക്കോടിലെ PKMHSS എന്ന് പറയുന്ന സ്കൂളിൽ മാത്രം SSLC പരീക്ഷ 2022 എഴുതി 2 റീജിയനെയും 2 തരത്തിലല്ല കാണുന്നത്, ഒരേ തരത്തിൽ കാണുന്നു എന്ന പ്രശ്നമുണ്ട്. അഷർ പെരുമുക്ക് SFI കൂടി സമരരംഗത്തേക്ക് വരുന്നു എന്നത് ഈ പ്രശ്നത്തിന് കുറച്ചുകൂടി ഒരു പിന്തുണ കിട്ടാൻ അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ഒരു ഇടപെടൽ ശേഷി ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ SFIയുടെ സമരം നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറത്ത് ജില്ലയിൽ മാത്രം ഒതുങ്ങരുത്. മലബാർ ജില്ലയിലെ മൊത്തം ജില്ലകളിലെ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തണം. ഈ വിഷയം അവർ അഡ്രസ്സ് ചെയ്യണം. ഈ മലപ്പുറം ജില്ലയിലെ വിഷയം ഏറ്റെടുത്തതിൽ നേരത്തെ മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നേരത്തെ 2-3 കാര്യങ്ങൾ സൂചിപ്പിച്ചു. ചോയ്സ്, ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കണക്ക്, ഇന്ന് നിയമസഭയിൽ പറഞ്ഞ കണക്ക് എല്ലാം വൈരുദ്ധ്യമാണ്. ഞാൻ പറയുന്നു, സാധിക്കുന്ന SFIയുടെ പ്രതിനിധിയായ സുഹൃത്ത് സാദിഖ് വിടുന്നുണ്ട്. നാളെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ചെയ്യാം, ഈ കണക്കുകൾ നിങ്ങളുടെ കണക്കുകളും നമ്മളെ കണക്കുകളും മറ്റു എല്ലാ പ്രതിനിധികളുടെ കണക്കുകളും ഇരിക്കാം. എല്ലാവരും ഇരിക്കട്ടെ. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ അനക്സ് 2-ൽ വിളിച്ച മീറ്റിംഗ് പുറത്തോ അല്ലെങ്കിൽ അകത്തോ നമ്മൾ ഇരുന്ന് ഈ കണക്കുകൾ ശരിയാണോ തെറ്റാണെന്ന് ഒരു 10 മിനിറ്റ് നിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ കണക്കിന് പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. സാദിക്ക് റെഡിയാണെങ്കിൽ സമയം പറഞ്ഞോ തീയതി പറഞ്ഞോ എവിടെ വേണമെന്ന് പറഞ്ഞാൽ MSF റെഡിയാണ്. രണ്ടാമത്തെ ഒരു വിഷയം, ITI പോളി എന്ന് പറഞ്ഞ് ആ സീറ്റുകളുടെ കണക്കുകൾ പറഞ്ഞു. 5484 ITI സീറ്റുകളുണ്ട്. പോളി സീറ്റുകൾ 880 സീറ്റുകളുണ്ട്. 6364 സീറ്റുകളാണ് ടോട്ടലി പോളി ITI സീറ്റുകളുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഹയർ സെക്കൻഡറി തുല്യമാണോ ITI? ഹയർ സെക്കൻഡറി തുല്യമാണോ പോളിടെക്നിക്ക്? അതൊരു വേറെ മേഖലയാണ്. ഹൈസ്കൂളിൽ ടെക്നിക്കൽ ക്ലാസ്സുകൾ, ടെക്നിക്കൽ ഹൈസ്കൂളുകൾ പഠിച്ചു വന്നവർക്ക് ചിലപ്പം അവർ ചോയ്സ് ഉണ്ടാവാം. പോളിടെക്നിക്കും അതുപോലെ ITIയും ചൂസ് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ടാവാം. പക്ഷെ അതെന്നെ എടുക്കണമെന്ന് നമ്മൾ വാശി പിടിക്കണം. എങ്ങനെ? ഇത് മലബാറിൽ മാത്രമാണുള്ളത്, മറ്റു മേഖലയിൽ അങ്ങനെ ഇല്ലല്ലോ. ഇവിടെ 60, 62ഓളം 68ഓളം വരുന്ന വിദ്യാർത്ഥികളെ മാർജിൻ ഇൻക്രീസിൻ്റെ പേര് പറഞ്ഞ് കുത്തി നിറച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. സെൽഫ് കെയറിംഗ് എന്ന് ഹയർ സെക്കൻഡറിയിൽ കാർത്തിക റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു. സെൽഫ് കെയറിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയെയും കൃത്യമായി പരിശോധിച്ച് അവരുടെ പഠന നിലവാരത്തെ മെച്ചപ്പെടുത്താനാണ് കാർത്തിക റിപ്പോർട്ട്, മലബാറിലെ കാർത്തിക റിപ്പോർട്ട് പറയുന്നത്. ആ കാർത്തിക റിപ്പോർട്ട് എന്തുകൊണ്ടാണ് സർക്കാർ പുറത്തുവിടാത്തത്? അതും സാധിക്കെ അത് പറയൂ സർക്കാരിനോട്. അത് പറഞ്ഞാൽ അത് പുറത്തുവിട്ട് അത് നടപ്പിലാക്കിയ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ റിപ്പോർട്ട് പഠിച്ച റിപ്പോർട്ടല്ലേ. ശരിയായി അപഗ്രഥിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ എന്നാണ് MSFന്റെ ചോദ്യം. അക്ഷയ്, ഇതിനകത്ത് ഗവൺമെന്റിന് മേൽ ഇത്ര വലിയ സമ്മർദ്ദം ഉണ്ടായിട്ട് ഒരു ഭരണാനുകൂല വിദ്യാർത്ഥി സംഘടന എന്ന് വിളിക്കാവുന്ന SFI പോലും സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടും ഇതിനകത്ത് ഒരു പോസിറ്റീവ് പൊസിഷൻ എടുക്കാൻ സർക്കാരിനെ തടയുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും അക്ഷയ്? ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധിക ബാച്ചുകൾ, സ്ഥിരമായിട്ടുള്ള അധിക ബാച്ചുകൾ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. താൽക്കാലികമായി ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞ മാർജിനൽ ഇൻക്രീസും ഒഴിഞ്ഞുകിടക്കുന്ന മറ്റ് ജില്ലകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന ബാച്ചുകൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതും. ഞങ്ങളൊക്കെ എപ്പോഴും ആശങ്കപ്പെടാറുള്ള പോലെ തന്നെ അങ്ങനെ മാറ്റുന്ന സമയത്ത് നമ്മുടെയൊക്കെ സംശയം ഈ അധ്യാപകർക്ക് ട്രാൻസ്ഫറായി ഇങ്ങോട്ട് വരേണ്ടി വരും. അതാണോ കൺസേൺ, അല്ല പുറത്ത് നിൽക്കുന്ന ഈ കുട്ടികളുടെ കാര്യമാണോ കൺസേൺ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. പൈസ ഒരു കൺസേൺ ആണെന്ന് തോന്നുന്നു. എങ്ങനെ? സാമ്പത്തിക ഒരു കൺസേൺ ആണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം, അത് സർക്കാരിന് മുന്നിൽ അതൊരു പ്രതിസന്ധി തന്നെയാണ്.
ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണല്ലോ തൊഴിലുവകുപ്പും കൈകാര്യം ചെയ്യുന്നത്. ബാച്ചുകൾ കൊണ്ടുവരട്ടെ, കോൺട്രാക്ട് ബേസിലെങ്കിലും അധ്യാപകരെ നിയമിക്കട്ടെ, കുറേ യുവാക്കൾ പുറത്ത് പണിയില്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് തൊഴിലെടുക്കാനുള്ള സംവിധാനം ഉണ്ടാവട്ടെ. ഇതിനൊന്നും സൊല്യൂഷൻ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇതിനൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ശ്രീ നിഷാദ് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം 4 വർഷമായി ചർച്ച ചെയ്യുന്നു. ഞാൻ കുറേ കൊല്ലമായി ഈ പറഞ്ഞൊരു 3-4 വർഷമായി സെക്രട്ടേറിയറ്റിലും നിയമസഭയ്ക്കകത്തും വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലും ഓഫീസിലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു ആയിരിക്കെ, അദ്ദേഹത്തെ ഷാനവാസ് IAS ആയിരിക്കെ, അദ്ദേഹത്തെയൊക്കെ സമീപിച്ചതാണ്. ഇത് ആർക്കും അറിയാത്ത കാര്യമല്ല, ഇത് പകൽ പോലെ വ്യക്തമാണ്. അവിടെ ഉള്ളത്. അവസാനമായി സാദിഖ്, നിങ്ങൾ SFI എന്ന് പറയുമ്പോൾ SFIയുടെ സമരത്തിന് കുറച്ചുകൂടെ ഒരു കനമുണ്ടാവുമെന്ന് പൊതുവെ ആളുകൾ കരുതും. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇടത് പുരോഗമന ആശയം സർക്കാരും അത് തന്നെയാണല്ലോ വെക്കുന്നത്. സോ ഈ പ്രശ്നത്തിന് നിങ്ങൾ പരിഹാരം ഉണ്ടാക്കി തരുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുണ്ടോ കുട്ടികളോട്? അതോ ഞങ്ങളും സമരരംഗത്തുണ്ട് എന്നൊന്ന് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക, ഒന്ന് സ്റ്റേറ്റ് ചെയ്ത് പോവുക, അതേ ഉദ്ദേശിക്കുന്നുള്ളോ? അല്ല, അങ്ങനെ സ്റ്റേറ്റ് ചെയ്യാൻ സമരം നടത്തുന്ന സംഘടനയിൽ SFI എന്ന് ഞങ്ങളുടെ സമര ചരിത്രം പരിശോധിച്ചാൽ നിഷാദിന് ബോധ്യപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ടേണിൽ ഞാൻ സംസാരിച്ചത് ആകെ അലങ്കോലപ്പെടുത്തി കളഞ്ഞു. അത് ഫ്രറ്റേണിറ്റിയുടെ പ്രതിനിധി ഇടപെട്ടു, ആങ്കർ ഇടപെട്ടു. ഞാൻ പറഞ്ഞതിൻ്റെ പല പോയിന്റും കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുക്കിയില്ല. ഈ തരത്തിലൊന്നും ചർച്ച കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ള ആക്ഷേപം എനിക്കുണ്ട്. ഇനിയിപ്പം തഷ്രീഫിന് നിർദ്ദേശം കിട്ടുന്നതും മീഡിയ വണ്ണിന് നിർദ്ദേശം കിട്ടുന്നതും രണ്ടും ഹിറ സെന്ററിൽ നിന്നായതുകൊണ്ട് അവതാരകനും പാനലിസ്റ്റും തമ്മിൽ എന്തെങ്കിലും അന്തർധാര ഉള്ളത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം അപ്പൊ അതുകൊണ്ട് ഞാൻ പറയേണ്ട പല കാര്യങ്ങളും വളരെ ക്ലിയർ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി. SFIയുടെ നിലപാട് വളരെ കൃത്യമാണ് ഇക്കാര്യത്തിൽ. മലബാറിൽ എന്നല്ല, കേരളത്തിലുടനീളമുള്ള വിദ്യാർത്ഥികളുടെ അവകാശ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് പോലെ മലബാറിലെ +1 സീറ്റ് വിദ്യാർത്ഥികൾക്ക് നേടിയെടുക്കാനുള്ള അവകാശ സമരത്തിൽ ഞങ്ങൾ ഉണ്ടാകും. ഞങ്ങൾക്ക് ഈ സർക്കാരിൽ പ്രതീക്ഷയുണ്ട്. മുൻകാലങ്ങളിലെല്ലാം പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറായൊരു സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്നുള്ളത് കൊണ്ട് ആ സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങളത് നിവേദനത്തിൽ നിന്ന് മാറി തെരുവിലേക്ക് ആ സമരത്തെ മാറ്റിയിട്ടുണ്ട്. ആ സമരം ഘട്ടം ഘട്ടമായി കൂടുതൽ വികസിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ആ നിലയിൽ ഞങ്ങൾ ആ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറാകും. അപ്പോഴും ഞങ്ങൾ പറയുന്നു, ഇവിടെയുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ശ്രമിക്കുന്നത് പോലെ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ളൊരു നീക്കം എന്നുള്ളതിനപ്പുറത്ത് റിയൽ കോസിനെ അഡ്രസ്സ് ചെയ്യാനും അതിന് പരിഹാരം ഉണ്ടാക്കാനുമുള്ള ശ്രമമാണ് SFI നടത്തുന്നത്. ആ സമരമുഖത്ത് ഞങ്ങൾ ഉണ്ടാകും. അതിന് അനുഷ്ഠാന സമരം എന്നൊന്നും വിളിച്ച് ആക്ഷേപിക്കാനുള്ള ശ്രമം ആരും നടത്തേണ്ടതില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ MSFന്റെ പ്രതിനിധി അതിനിടക്ക് പറഞ്ഞപ്പം പറഞ്ഞു ഞങ്ങളുടെ സമരത്തെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി എന്തോ പറഞ്ഞു എന്ന്. അത് മാധ്യമങ്ങളിൽ ഇന്ന് വന്ന തെറ്റായ ഒരു വാർത്തയാണ്. KSUവിന്റെ സമരത്തെ സംബന്ധിച്ച് കുറച്ച് കാലം സമരം ചെയ്തിട്ടൊന്ന് ഉഷാറാവട്ടെ എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതാണ്. ഞങ്ങൾ സമരം ചെയ്ത് സജീവമായി രംഗത്തുള്ള ആളുകളാണ്, ഞങ്ങൾക്ക് ഉഷാർ കുറവൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചല്ല മന്ത്രി അത് പറഞ്ഞത് എന്നുള്ളത് ആ വീഡിയോ പൂർണ്ണമായും കേട്ടാൽ സർക്കാരിലെ SFIക്ക് പ്രതീക്ഷയുണ്ട് എന്നതാണ്. എന്തായാലും ഗവൺമെന്റ് ഈ പ്രശ്നത്തെ ശരിയാവണ്ണം പരിഹരിക്കുമോ എന്ന് നമ്മൾ വീണ്ടും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. പരിഹരിക്കേണ്ട ബാധ്യത ഗവൺമെന്റ് ഉണ്ടല്ലോ. അവസാനിപ്പിക്കുന്ന സമയം താങ്ക് യു സാദിഖ്, തഷീർ അഷ്ഹർ, ഒപ്പം തന്നെ അക്ഷയ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്.